കൊറേ കാലം കണ്ടിട്ട് നിങ്ങളാ. ഞാനിപ്പോ പണിക്കോട്ടോ. പണിക്കൊന്നുണ്ടാ? പിന്നെ എന്തൊന്ന് രക്ഷപ്പെടണ്ടേ, നമുക്ക് കുറച്ച് പൈസ എല്ലാം വേണം. എന്തെല്ലോ കാര്യമുണ്ട്, എനിക്ക് പ്ലാനിങ് ഉണ്ട്. ഞാനല്ല നിർത്തി കാര്യം പണിക്കോ. അല്ല, ഈ സ്വരൂപിനെ കാണുന്ന എന്നാ ആ ഓനെ കണ്ടിട്ട് ഒരു അത്യാവശ്യ കാര്യമുണ്ട് എനിക്ക്. അടിക്കാനാ സ്വരൂപിനെ അടിക്കുന്ന ഞാൻ സീന വെണ്ടട്ടി അടിയ പരിപാടിയൊന്നും അല്ലടോ. കാണിട്ട് വന്നാ സാറേ, സ്വരൂപ് സാറേ, കാണാൻ വേണ്ടി വന്നാ. അതെ അതെ, വില്ലേജ് ഓഫീസിലെ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. സംഭാവന കയ്യിലൊന്നുമില്ല. സംഭാവന ഒന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് തരും സാറിന്. അതെ സാറേ, അത് ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. സിമ്പിളായൊരു കാര്യമാണ്. അത് പിന്നെ എനിക്ക് ഒരു 3 സെൻറ്റ് ഉണ്ട് സ്വന്തമായിട്ട് തന്നെ. അത് 3 സെൻറ്റിൽ ഒരു ലോണോ അതിലൊരു കൃഷി ചെയ്യാനോ ഒന്നും നടക്കുന്നില്ല. 3 സെൻറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? സത്യമല്ലേ? അതിന് കൃത്യമായിട്ട് ഞാൻ നികുതി അടക്കുന്നുണ്ട്. നികുതി അടക്കണല്ലോ. പിന്നെ നമ്മ അടക്കൂ സാറേ. പിന്നെ അത് ഞാനേ നമ്മളെ രാഘവട്ടന് ഉണ്ടല്ലോ, വലിയ പറമ്പില്ലേ, ഏക്കർ കണക്കിന് സ്വത്തിൻ്റെ രാഘവട്ടൻ്റെ കുന്നുമല. കുന്നുമല രാഘവട്ടൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. മക്കളെല്ലാം ഗൾഫിലും മുപ്പറ ചാവാനുമായല്ല. ഇതൊന്നും നോക്കൂല സാറേ. ഇന്നൊരു 1 ഏക്കർ ഏരൊക്കെ എഴുതിയിട്ട് ഞാൻ നികുതി അടിച്ചോളും. അപ്പൊ എനിക്ക് കൃഷി ചെയ്യാൻ ലോണും കിട്ടും, എല്ലാ കാര്യങ്ങളും കിട്ടും സാർ. എന്ത് വർത്താനം രാഘവന്റെ സ്ഥലത്ത് നിങ്ങൾക്ക് നികുതി അടയ്ക്കാൻ? മുന്നേട്ട് നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. നിങ്ങൾ ചെയ്യുന്നതല്ലേ നടക്കുന്ന പരിപാടി. ഇതെന്താ നിങ്ങൾ സത്യേട്ടന്റെ പറമ്പ് സുഖേട്ടന് എഴുതി കൊടുത്തതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നേട്ട, അതെല്ലാം കമ്പ്യൂട്ടറിൽ വന്ന ഫോൾട്ടാണ്, അല്ലാണ്ട് നമ്മൾ എഴുതി കൊടുത്തൊന്നുമല്ല. നിങ്ങളെ കമ്പ്യൂട്ടർ തെറ്റുപറ്റി എന്ന് പറഞ്ഞാൽ പോരെ, ഞാൻ ആരോടും പറയില്ല. ദൈവത്താൻ വണ്ടിയാണ്. എന്ത് തോന്നിയാ സാർ പോയാടന്ന് നടക്കാം. ശരിയായി കൊടുക്കണോ? എനിക്ക് പഴയ ഉണ്ണിയാണ്. കയ്യെല്ലാം എടുക്കും. ഇത് ചെയ്തു തന്നേ പറ്റൂ. എനിക്ക് കൃഷി ചെയ്യണം. ഇവിടെ അല്ലെങ്കിൽ ഓരോ ഗുലുമാൽ കമ്പ്യൂട്ടർ വന്നിട്ട് ഇവിടെ മന്മഥ സാറിനെ കളക്ടർ വിളിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നു. സാറോട് കളിക്കട്ടെ. ഉണ്ണിയേട്ടനാണ് സ്വപ്നം കേട്ടോ, ഒരു കൃഷി ചെയ്യണം, ലോൺ എടുക്കണം. സാറേ കുറിച്ചിട്ടാ ഓനാവൂ 3 സെന്റ് കണ്ട് ഒരു ലോൺ അറിയണ. ഒരു ലോണില്ല, ഒരു കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. പണ്ട് എൻ്റെ അച്ഛൻ രാഘവന്റെ അച്ഛൻ എൻ്റെ അച്ഛനായിട്ടുണ്ടെങ്കിലോ എനിക്ക് 15 ഏക്കർ സ്ഥലം കിട്ടിട്ടില്ല. എൻ്റെ അച്ഛൻ 3 സെന്റ്. എൻ്റെ അച്ഛനെ മരിച്ചുപോയി, ഒന്നും പറയാൻ പറ്റില്ല. രാഘവന്റെ അച്ഛൻ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് സ്വപ്നം കണ്ടു 1 ഏക്കർ സ്ഥലം കിട്ടിയാൽ ഞാൻ 15 ഏക്കർ വെച്ചിട്ടല്ലോ. ഈ സ്വരൂപിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമില്ല മോനെ. രാഘവേട്ടനാണ് അച്ഛങ്ങളെ? രാഘവേട്ടനാണ് അച്ഛൻ? എന്താണ് പ്രശ്നം മാഡം? ഈ സിസ്റ്റമാണ് പ്രശ്നം. ഈ കമ്പ്യൂട്ടറോ? ഈ കമ്പ്യൂട്ടറല്ല, ഞങ്ങളുടെ ഓഫീസിലുള്ള ഇതുപോലത്തെ കമ്പ്യൂട്ടറാണ് പ്രശ്നം. കമ്പ്യൂട്ടറിനാണ് പ്രശ്നം എന്നാണോ മന്മഥൻ പറയണേ? ഈ കമ്പ്യൂട്ടറിനകത്തുള്ള സംഭവങ്ങളുണ്ടല്ലോ, ആ റിലീസ് ഇല്ലേ മാഡം, റിലീസ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ സോഫ്റ്റ്വെയറിനാണ് പ്രശ്നം എന്നാണോ നിങ്ങൾ പറയണേ? അതിനകത്ത് എൻട്രി ചെയ്തേക്കുന്നതിനകത്ത് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട്. ഇപ്പൊ ഈ കേസ് പറയും. ഇപ്പൊ ഈ മാഡത്തിനോട് പരാതി തന്നേക്കുന്നുണ്ടല്ലോ, ആരോമൽ എന്ന് പറഞ്ഞ്, ഈ അയാൾക്ക് നമ്മൾ കരമടച്ചപ്പോൾ സർവേ നമ്പർ 346 അയാൾക്ക് കൊടുത്ത റെസിപ്റ്റ്. അതൊരു കുന്നും പ്രദേശമാണ്. ഈ നമ്മുടെ ആരോമലിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 346 16 ആരോമലിൻ്റെത്. അപ്പോൾ ആ റെസിപ്റ്റ് കിട്ടിയത് സുഗതൻ എന്ന് പറഞ്ഞ വേറൊരാളിനാണ്. ഈ സുഗതൻ എന്ന് പറഞ്ഞ ആൾ ഇച്ചിരി ഉടായ്പും ഇച്ചിരി തല്ലിപ്പിടുത്തോ ഇച്ചിരി ഗുണ്ടായിസോ ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണേ. അപ്പോൾ അയാളിപ്പോൾ എന്താ പറഞ്ഞേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വില്ലേജ് ഓഫീസർ അംഗീകരിച്ച ആ കരമടച്ച റെസിപ്റ്റ് പുള്ളിയുടെ സ്ഥലമാണെന്നും പറഞ്ഞ് ഈ ആരോമലിൻ്റെ സ്ഥലം, അത് റോഡ് സൈഡൊക്കെയാണ്. അവിടെ ഇയാൾ അത് കാർഷിക ലോൺ എടുത്തിട്ട് അവിടെ കൃഷി ചെയ്യാനുള്ള പരിപാടി എന്ന് പറഞ്ഞ് അങ്ങനെ നടക്കുക. അപ്പോൾ അതറിഞ്ഞപ്പം മറ്റവരൊന്ന് പ്രശ്നമാക്കിയിട്ട്. നിങ്ങൾ കൊടുത്ത റെസിപ്റ്റിന്റെ പേരിലല്ലേ ഈ പ്രശ്നങ്ങൾ? അതെ, അതായത് ഇപ്പം നമ്മുടെ പഴയ രീതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ മാനുവൽ ആണെന്നുണ്ടെങ്കിൽ റെസിപ്റ്റ് അപ്പം തന്നെ ഞാൻ തിരുത്തി ഞാൻ എപ്പോഴും ശരിയായി കൊടുത്തന്നെ മാഡം. ഇതിപ്പോൾ ഇതിനകത്തുള്ള ഇതൊക്കെ ആകുമ്പോഴേ. അല്ല, ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരത്തെ മാനുവലിൽ വർക്ക് ചെയ്തിരുന്നവർക്കാണ് ഈ പ്രശ്നങ്ങൾ പറയണത്. പുതിയത് വന്ന വില്ലേജ് ഓഫീസർമാരൊക്കെ അത് കറക്റ്റായിട്ട് ചെയ്യണ്ടല്ലോ. ഇല്ല മാഡം, ഒട്ടുമിക്ക വില്ലേജ് ഓഫീസർമാർക്കും ഈ ഇതിനകത്ത് കയറിയിട്ട് ഈ പണി ചെയ്യാനേ ഞാൻ തന്നെ കുറേ ശ്രമിച്ചതാണ്.
നിങ്ങൾക്ക് മുമ്പിരുന്ന വില്ലേജ് ഓഫീസർ ഒരുപാട് എററുകൾ ഉണ്ടാക്കി, എന്നിട്ട് ഒരുപാട് കംപ്ലൈൻസ് ആയിരുന്നു ഇവിടെ. അത് ശരിയാണ് മാഡം. അയാൾ ഉണ്ടാക്കിയ എററൊക്കെ ഞാനൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഞാൻ ശ്രമിച്ചു. പക്ഷേ ഇത് ശ്രമിക്കും തോറും കുരുക്കഴിക്കാൻ നോക്കുമ്പോൾ പുതിയ കുരുക്കുകൾ വീണുകൊണ്ടിരിക്കുക. അത് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട് ഈ സാധനത്തിനെ. അത് അതിന്റെ കുഴപ്പമല്ല, നിങ്ങളത് സ്റ്റഡി ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. മാഡം അതിന് സമയം കിട്ടണ്ട മാഡം. സത്യം പറയാം, ഇന്നിപ്പം മാഡം എന്നെ ഇങ്ങോട്ട് വിളിച്ചു. ഇനിയിപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഒരു ആത്മഹത്യയുടെ അതിൻ്റെ മഹസർ തയ്യാറാക്കേണ്ട, അതിൻ്റെ പിന്നാലെ പോയി. ഇപ്പം നാളെ കോടതി ഡ്യൂട്ടിയാണ്. ഇതിനിടയ്ക്ക് എവിടെയാണ് മാഡം ഇതൊക്കെ നോക്കാനുള്ള സമയം കിട്ടണേ? എൻ്റെ ഒരു റിക്വസ്റ്റാണ് മാഡം, ഈ നമ്മുടെ തഹസിൽദാർമാരിൽ 2 സെക്ഷൻ ഉണ്ടല്ലോ. ഒരു തഹസിൽദാർ ഈ ഭൂമി കാര്യങ്ങളും മറ്റും നോക്കുമ്പോൾ വേറൊരു തഹസിൽദാർ ബാക്കി കാര്യങ്ങൾ നോക്കുമ്പോലെ ഞങ്ങൾ ഈ വില്ലേജ് ഓഫീസർമാർക്കും അങ്ങനെ ഒരാളെ മറ്റു കാര്യങ്ങൾ നോക്കാനും ഒരാളെ ഭൂമിയുടെ തരംതിരിവും കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ടൊന്ന് നിയോഗിച്ചാൽ. അതൊന്നും അത്ര പെട്ടെന്ന് നടക്കണ കാര്യമല്ലാന്ന് മന്മഥന് കൃത്യമായിട്ട് അറിയാലോ. അറിയാം. ഇപ്പൊ ഇത് പരിഹരിക്കാൻ എന്താണ് മാർഗം? ഇത് അറിയാന്നുള്ള ആരെങ്കിലും ഒരാളെ തരുവാണെങ്കിൽ. തൽക്കാലം ഞാൻ ഇതിൽ വിദഗ്ധനായിട്ടുള്ള ഒരാളെ അങ്ങോട്ട് അയക്കാം. എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ സ്ഥിരമായിട്ട് ഇരുത്താനല്ല. വേണ്ട, നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഓ, ഇനി എത്ര വർഷത്തെ സർവീസ് ഉണ്ട്? ഇനി ഒരു 4 കൊല്ലം കൂടി ഉണ്ട്. 4 കൊല്ലം കൂടിയില്ലേ? ഉണ്ട്. 4 കൊല്ലം ജോലി എടുക്കണ്ടേ? എന്തായാലും ഇനി തിരിച്ച് മാനുവലിലേക്ക് പോകുന്നു നിങ്ങൾ വിചാരിക്കണ്ട. കൂടുതൽ നമ്മുടെ സിസ്റ്റം അപ്ഡേറ്റഡ് ആവേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. പഠിക്കാം മാഡം. അപ്പൊ ഈ വിദഗ്ധനെ ഞാൻ അങ്ങോട്ട് അയക്കാം. അതോടൊപ്പം നിങ്ങൾ അത് പഠിക്കുക. വളരെ ഉപകാരം മാഡം. ഇല്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ് എനിക്ക്. നിങ്ങൾക്കല്ല തലവേദന, ജനങ്ങൾക്കാണ് നിങ്ങളെ കൊണ്ട് തലവേദന. ജനസേവനം എന്ന് പറഞ്ഞ് വെറുതെ അവിടെ ഇരുന്നാ പോരാ. നിങ്ങളുടെ ഇരട്ടി പണി ഇവിടെ എനിക്കുണ്ട്. അതിന്റെ ഇടയിലാണ് ഇങ്ങനത്തെ കംപ്ലൈൻസ് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ മാഡം, ഈ ജോലിഭാരം കുറയ്ക്കാൻ മാഡത്തിനും ഒരു സബ് കളക്ടറും കൂടെ അധികം വെച്ചാൽ ജോലിഭാരം കുറയുമല്ലോ അല്ലേ? ഞാൻ കറക്റ്റ് ചെയ്തോളാം മാഡം. കറക്റ്റ് ചെയ്തോളാം. താങ്ക് യു മാഡം. ഇല്ല മോളെ, സ്ഥലത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അത് അച്ഛൻ എൻ്റെ പേരിൽ തന്നിട്ടുള്ള തീരാധാരല്ലേ. ഇതെന്താ അറിയോ, ഇതാ സുഗതനെ അവൻ വെളിവില്ലാണ്ട് എന്തൊക്കെയോ രേഖകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ചിട്ട് വെറുതെ ബഹളം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണേ. അല്ലാണ്ടാണ് ഒരു കാര്യമില്ല ഇതിനകത്ത്. പിന്നെ ഒന്നാമത് അന്ന് ആ ചെക്കൻ മറ്റേ ഇത് അടയ്ക്കാൻ പോയ സമയത്ത് നോക്കിയാൽ മതിയായിരുന്നു. അത് നോക്കിയില്ല അങ്ങനെ. ഇല്ല, അപ്പൊ 2ാമത് റെസിറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആയിക്കോട്ടെ. ശരി കേട്ടോ. അച്ഛാ, പുതിയ റെസിറ്റ് കിട്ടി. നോക്കിയില്ലേ? നോക്കി. ഓരേ ഏതോ വിദഗ്ധന്മാരെയൊക്കെ വിളിച്ചിട്ട് ശരിയാക്കിയെന്നാ പറഞ്ഞേ. ഇപ്പോഴെങ്കിലും ആ ബുദ്ധി തോന്നിയല്ലോ. എന്താ മറിമായം